വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. ഏതെങ്കിലും ഒരു CPM നേതാവിന്റെ മകൾക്ക് കമ്പനി തുടങ്ങാനുള്ള അനുവാദം നിങ്ങളുടെ പാർട്ടിയിൽ കിട്ടുമോ? നിങ്ങളെ ജയിക്കിനെ പോലുള്ള പാർട്ടിക്കാരല്ലാതെ മറ്റാരെങ്കിലും വന്നിരിക്കോ? കരുതുന്നത് ഞാൻ അങ്ങനെയൊക്കെ വരാം. ആങ്കർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. ചെന്നാലും കച്ചറ, കച്ചറ ഞാനും കച്ചറ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. കേരള മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു കൊണ്ട് ഹവാല ട്രാൻസാക്ഷന് ഒത്താശ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിഗുരുതരമായ സ്ഫോടനാത്മകമായ വിവരമല്ലേ? പിന്നെ അപ്പൊ ആ ഭാഗം ആര് ക്ലിയർ ചെയ്യും? അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്ത് നിന്ന് ഞാൻ ആരംഭിക്കാം. ഹവാല ഇടപാടിനെ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഈ സംരംഭക അല്ലെങ്കിൽ ടിവിയുടെ നേതൃത്വത്തിലുള്ള കമ്പനികൾ നടന്നോ? ആർക്കറിയാം. അതുകൊണ്ട് ഇഡിയോടും NIA-യോടും SFIയോടും ഒക്കെ അഭ്യർത്ഥിക്കാറുള്ളത്, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്ര ഇന്ത്യ വിരുദ്ധ സ്വഭാവമുള്ള പർവ്വത തുല്യമായ വലിയ കൊള്ളയും അഴിമതിയും ഈ കേസിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പോയിട്ട് ആ കേസിലെ പ്രതികളെ പിടിക്കണമേ. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ഞങ്ങൾ ആരാണ് അതിനെ തടസ്സപ്പെടുത്താൻ? പക്ഷെ എനിക്കത് അറിഞ്ഞാൽ മതി. കെട്ടിപ്പൊക്കിയ ഈ ആരോപണങ്ങളുടെ മറവിൽ രാഷ്ട്രീയമായ വേട്ടയാടലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചങ്കിക്കുത്തൻ തമാശ പറയില്ലേ ഗുബാജി? എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനിക്കണം. നിങ്ങൾക്ക് കോഴിക്കോട് നിന്നോ കേരളത്തിൽ നിന്നോ ഒരു അശോക് ചൗഹാനെ ലഭിക്കില്ല. ഈ ED എന്ന് കേൾക്കുമ്പോൾ മൂത്രമൊഴിച്ച് കോൺഗ്രസിന്റെ പതാക താഴെ വെച്ച് BJP ആഫീസിൽ പോയി വണങ്ങിക്കിടക്കുന്ന ഒരു സുവേന്ദു അധികാരിയെ ലഭിക്കില്ല. നിങ്ങൾ അതാ നിന്റെ വിഷമം അല്ല പിന്നെ? നിങ്ങൾക്ക് NIA എന്നോ ED എന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നോ കേൾക്കുമ്പോൾ കോൺഗ്രസിന്റെ പതാക താഴെ വെച്ച് RSSന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന അജിത് പവാറിനെയും സംഘത്തെയും CPIയും ഇടതുപക്ഷത്തിനും ലഭിക്കില്ല. എന്റെ ഈശ്വര, ഇത്രയും വിവരമുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി, ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഇപ്പോ CPM എനിക്കണ്ടോ ജയിക്ക് പറഞ്ഞ മുഴുവൻ കാര്യത്തിലും ED-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളിൽ 100% യോജിക്കുകയാണ് ഞങ്ങൾ. ED-യുടെ കൺവിക്ഷൻ റേറ്റ്, ED-യുടെ രാഷ്ട്രീയ വേട്ടയാടൽ, പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടി പിടിക്കുന്നത്, മടിയിൽ കനമുള്ളവരെ വൈറ്റ് വാഷ് ചെയ്ത് BJP പക്ഷത്തെത്തിക്കുന്നത്, ഇതിലൊക്കെ യോജിക്കുകയാണ്. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? ജയിക്കിനോട് എന്റെ ചോദ്യം, വീണ തൈക്കണ്ടിൽ CMRL കമ്പനിക്ക് കൊടുത്ത സേവനം എന്തായിരുന്നു? എന്തിനായിരുന്നു 2,78,00,000 രൂപ CMRL കർത്തയിൽ നിന്ന് വാങ്ങിയത്? അതൊക്കെ ഓരോരുത്തരും മൂപ്പിച്ചിട്ടല്ലേ. നാട്ടുകാരെ, നിങ്ങൾ ആരെയും പറ്റിക്കാൻ വേണ്ടിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടാ. പാർട്ടി, അച്ഛന്റെ പാർട്ടി, ഭർത്താവിന്റെ പാർട്ടി ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന്റെ മുമ്പിൽ ഇപ്പോഴും വീണ എന്തിനാണ് മൗനത്തിലായിരിക്കുന്നത്? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അവിടെ നിങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ, മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, ബേപ്പൂർ MLA-യുടെ വീട്ടിൽ, DYFI നേതാവിന്റെ വീട്ടിലൊക്കെ റെയ്ഡ് ചെയ്തെന്ന്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് വീണയുടെ അച്ഛനാണ്. 2, ബേപ്പൂർ MLA ഭർത്താവാണ്. DYFI നേതാവ് സുഹൃത്താണ്. പിന്നെ പലരും പാർട്ട്നേഴ്സാണ്. ഞാൻ കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോടൊപ്പം ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ഔദ്യോഗിക വസതിയിൽ വിനോദയാത്ര നടത്തുന്നു, വിദേശയാത്ര നടത്തുന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഡയറക്ട് ബോർഡ് മീറ്റിംഗിനകത്ത് ബോർഡ് മീറ്റിംഗിൽ അടക്കം പങ്കെടുക്കുന്ന വീണ തൈക്കണ്ടിലിന് യാതൊരു പ്രിവിലേജിലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ CPM വിശ്വസിക്കോ? നിങ്ങൾ കോൺഗ്രസിന്റെ കൊടിയെ കുറിച്ച് പറയും. ED റെയ്ഡ് ചെയ്യാൻ വന്നതിന് കോൺഗ്രസിന്റെ മക്കൾ കയറിയിട്ട് എന്താ കാര്യം? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. BJP-യിലേക്ക് ചേക്കേറിയ ആളുകളെ കുറിച്ച് നിങ്ങൾ കണ്ടു, പക്ഷെ നിങ്ങൾ കാണാത്ത കുറെ ആളുകളുണ്ട്. പറഞ്ഞു കൊടുക്കണ ED പിടിച്ച് അകത്തിട്ടിട്ടും വേട്ടയാടിയിട്ടും കോൺഗ്രസ് വിട്ടുപോകാത്ത കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ. അതുപോലെ കാർത്തി ചിദംബരം, P ചിദംബരം, രാഹുൽ ഗാന്ധി, സാക്ഷാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അതിന് കാരണം എന്താണെന്നറിയോ? നിയമപരമായ പോരാട്ടത്തിന് കൂടാതെ അതിനോടൊപ്പം ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത കാണിച്ചു. രാഷ്ട്രീയ മര്യാദ. അതിനുശേഷമാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറഞ്ഞിറങ്ങിയത്. ആദ്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തെളിവുകൾ സഹിതം മറുപടി പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കണം. അതിനെ ന്യായീകരിക്കാൻ ജയിക്കിനെ പോലുള്ള പാർട്ടിക്കാരല്ലാതെ മറ്റാരെങ്കിലും വന്നിരിക്കോ? ജയിക്ക് ജയിക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ ഒരു മെന്ററുണ്ട്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞ കളങ്കിത വ്യക്തിത്വം, അവരുമായിട്ട് ഒരു കച്ചവടം പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഒക്കെ തീരുമാനം. ആ ജയിക്ക് ബാലകുമാർ വീണ തൈക്കണ്ടിലിന്റെ മെന്റർ ആയിരുന്നോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ?
ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. എന്തിനായിരുന്നു ഇവർ വിദേശ യാത്രകൾ നടത്തിയത്? എങ്ങനെയാണ് 20 കോടി രൂപ ട്രാൻസാക്ഷൻ നടത്തിയത്? എന്താണ് ഇതിന്റെ സോഴ്സ്? 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തി എന്ന് പറയുന്നു. അതിന്റെ സോഴ്സ് എന്താ? ഇതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ ജയിക്കോടൊപ്പം നിന്ന് ഇഡിക്കെതിരെ സംസാരിക്കാൻ ഞങ്ങളും തയ്യാറാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ 26 സഖാക്കന്മാർ 62 ദിവസവും 73 ദിവസവും ഇഡിയുടെ കാർ ആക്രമിച്ച് ജയിലിൽ പോയി കിടന്നത്? ഇഷ്ടികയും മുട്ടയും എറിഞ്ഞിട്ട്. നിങ്ങൾ പറയുന്നു അറസ്റ്റ് ചെയ്തോട്ടെ, ചോദ്യം ചെയ്തോട്ടെ എന്ന് പറയും. പിന്നെന്തിനാണ് നിങ്ങൾ അക്രമം നടത്തിയത്? അങ്ങനെ ബോംബെറിഞ്ഞു. ഇനി എത്രത്തോളം പൊട്ടു നോക്കിയാൽ മതി. ആങ്കർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. തുടർച്ചയായി കോൺഗ്രസ് പ്രതിനിധിക്ക് 2 അവസരം കൊടുക്കുകയാണ്. അങ്ങ് എന്നിലേക്ക് വന്നിട്ടില്ല. എന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഇടത് സഹയാത്രികനായ രാജേഷ് ചെറുപ്പാറാണ് തൊട്ടുമുമ്പ് സംസാരിച്ചത്. വളരെ സുദീർഘമായി റിയാസിന്റെ പോയിന്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അമീൻ ഹസൻ സംസാരിച്ചത്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് മറുപടിയല്ലേ വേണ്ടത്? ഈ പറഞ്ഞത് ന്യായം. അതല്ല, കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. പറഞ്ഞ് റീവെന്റ് ചെയ്ത് കേൾക്കണം. അത് എന്നോടായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയുടെ ചോദ്യം എന്നോടായിരുന്നു. എടോ, ഇത് ഒരു മനുഷ്യജീവിയാണ്. പണമില്ലായിരിക്കാം, പഠിപ്പില്ലായിരിക്കാം, എന്നാലും ഞങ്ങൾക്ക് ഈ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി. ശരി ശരി, ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവസരം താങ്കൾ പറഞ്ഞോ? ഇല്ല, ആ ഔദാര്യൊന്നും വേണ്ട. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? ആങ്കർ എന്ന നിലയിൽ പക്ഷപാതിത്വരഹിതമായിട്ട് പെരുമാറണം. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ വിടും? അങ്ങ് ആഗ്രഹിക്കുന്ന മറുപടി നൽകുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ട് ചർച്ചയ്ക്ക് വന്നയാളല്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അവകാശങ്ങളൊക്കെ തന്ന് എന്നെ പിരിച്ചുവിട്ടേക്ക്. ഞാൻ എന്റെ തറവാട്ടുള്ള സ്വത്തുക്കളൊക്കെ ജീവിച്ചോളാം. നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക. എങ്ങനെ സമാധാനപ്പെടും? ഇവന്റെ കേസ് എന്താണ്? എന്റെ പേരെടുത്ത് പറഞ്ഞ് കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ അവസരത്തിൽ ആവർത്തിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അവനത് വെറുതെ പറഞ്ഞതല്ല, കേട്ടല്ലോ. എന്നിട്ട് അത് അത്രയും ജനാധിപത്യ മര്യാദയുടെ ഭാഗമായിട്ട് കേട്ടിരുന്ന ഞാൻ ഇരിക്കെ തന്നെ വീണ്ടും കോൺഗ്രസ് പ്രതിനിധിക്ക് അവസരം കൊടുക്കുന്നു. എന്നോട് പറയുകയാണ് മറ്റ് പാനലിസ്റ്റുകളുണ്ടല്ലോ, അതുകൊണ്ട് അവസരം നൽകാമത്. അത് ഇവിടുത്തെ ന്യായമാണ്. ശരിയോ? ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രതിഷേധം. നേരത്തെ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച താങ്കളുടെ പേരെടുത്ത് പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞോളൂ. അതിനുശേഷം നമുക്ക് ബാക്കി ചർച്ച നടത്താന്ന്. പ്രശ്നം അവസാനിച്ചില്ലേ? തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. നേതാക്കന്മാർ പറഞ്ഞ ഇഡിയും എൻഐയും സിബിഐയും SFIയും ചവച്ചു തുപ്പി കേരളത്തിന്റെ പുറത്തേക്ക് തള്ളിയ മാലിന്യത്തെ എടുത്തു വെച്ച് കോൺഗ്രസ് നേതാവ് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇല്ലേ, അങ്ങല്ല പറഞ്ഞ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? അങ്ങയേക്കാൾ വലിയ വലിപ്പമുള്ള ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങയേക്കാൾ വർദ്ധിത വീര്യത്തോടുകൂടെ ഈ RSSന്റെ വേട്ടനായ്ക്കൾ ചവച്ചു തുപ്പിയ വാറോറയും എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിൽ പ്രചരണം നടത്തി. ഇല്ലേ? പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടി വന്ന ഞങ്ങൾ കരഞ്ഞ് നിലവിളിക്കില്ല. മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ലവണ്ണം ധാരണയുണ്ടായിട്ട് വേണം, വസ്തുതകളുടെ പിൻബലത്തിൽ വേണം ആരോപണം ഉന്നയിക്കാൻ. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. അല്ലാതെ RSSന്റെ എടുത്തു വെച്ചിട്ടല്ല ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അഭിപ്രായം പറയേണ്ടത്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇഡിയുടെ വിഷയത്തിൽ ഇഡി ചവച്ചു തുപ്പുന്ന എടുത്ത് ചുമക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഞങ്ങൾക്കില്ല. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കരുവന്നൂരിലായാലും ലൈഫ് മിഷനിലായാലും സ്വർണ്ണക്കടത്തിലായാലും ലാവ്ലിൻ കേസിലടക്കം മാസപ്പടി കേസിലടക്കം മെല്ലെ പോയിക്കൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംരക്ഷിച്ചത് പിണറായി വിജയനും മകളെയും മകനെയുമാണ്. ഈ തട്ടിപ്പ് കമ്പനികൾ കരാറില്ലാതെ സർക്കാർ ഇടപാടുകൾ കിട്ടിയ കമ്പനികൾ ഏതൊക്കെയാണ്? കോഴിക്കോട് CPMന്റെ എല്ലാ നേതാക്കന്മാരും ശരിയാണെങ്കിൽ കളിക്കല്ലേ? സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇതൊരു നടക്ക് പോണ കേസല്ല. അങ്ങയുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങളെ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മുന്നണിയിലുള്ള CPIയുടെ പിന്തുണ പോലും വാറോടെയല്ലാതെ തെളിവിന്റെ ഒരു കണിക അങ്ങയുടെ കയ്യിലുണ്ടോ? ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാ തല്ലുകൊള്ളെന്നെ ചെയ്യും. ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ നേതാവിന്റെ മകൾ പാർട്ടി ഓഫീസിന്റെ ലോക്കൽ അഡ്രസ് വെച്ചിട്ട് കെയർ ഓഫ് അഡ്രസ് അങ്ങയുടെ കയ്യിൽ തെളിവുണ്ടോ? ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് വലിയ ഇടങ്ങേറായിട്ട് വരികയാണ്. എന്താ പണിക്കരെ ഈ ബഹളമൊക്കെ? നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കല്ലേ?
ഞാൻ ചോദിച്ചതിന് അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. ചോദിച്ചതിന് മറുപടി ഇല്ലല്ലോ. വാചകങ്ങളല്ലാതെ മറുപടി പറയുന്നത് ശരി. നിങ്ങൾ വീണ സഹിക്കുന്നില്ല. മുഹമ്മദ് റിയാസിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം. ശരി, ആൾ പിടിച്ചാൽ മതി, വേദന മാറും. അതൊന്നും വേണ്ട അമ്മച്ചി, ഇവനൊക്കെ ഒരു പതിവാ. ഞാൻ പോവാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. പൊടക്കാണോ? ആ പോട്ടെ.